നമസ്കാരം. ഇറാനിൽ യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ബഹ്റൈനിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി ഇറാൻ ആക്രമണം നടത്തിയെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് സൈറണുകൾ മുഴങ്ങി. ഇറാന്റെ ആക്രമണം ആരംഭിച്ചതായും ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായും പുക ഉയരുന്നതായും അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തറും കുവൈറ്റും യുഎഇയും തങ്ങളുടെ വ്യോമപാത അടച്ചു. അബുദാബിയിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. അപായ സൈറണുകൾ മുഴങ്ങി. യുഎസ് നാവികസേനയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നതായി ബഹ്റൈൻ സ്ഥിരീകരിച്ചു. അബുദാബി, യുഎഇ, മനാമ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ തുടങ്ങിയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തർ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എല്ലാ താമസക്കാരും വീട്ടിലോ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ താവളങ്ങളിൽ കഴിയണമെന്നും സൈനിക താവളങ്ങളിൽ നിന്ന് മാറി വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശം നൽകി. ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ ആക്രമണം നടത്തുന്നതിനിടെ ഇറാഖിന്റെ വ്യോമപാതയിലൂടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും പറക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികളും സൈനിക വൃത്തങ്ങളും AFP വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ആക്രമണത്തിന് മുന്നോടിയായി തങ്ങളുടെ വ്യോമപാത അടച്ചതായി ഇറാഖ് നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വന്ന യുദ്ധവിമാനങ്ങൾ ബാഗ്ദാദിന് മറ്റ് പ്രവിശ്യകൾക്ക് മുകളിലൂടെ കടന്നുപോകുന്നത് ഞങ്ങളുടെ സൈന്യം കണ്ടെത്തി എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വടക്കൻ പ്രവിശ്യയായ കിർക്കുകിന് മുകളിലൂടെ മിസൈലുകൾ പറക്കുന്നതും കണ്ടതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിർക്കുകിലെ ദാഖൂക്ക് ജില്ലയ്ക്ക് സമീപം താഴ്ന്ന ഉയരത്തിൽ നിരവധി മിസൈലുകൾ പറക്കുന്നത് കണ്ടതായി 2 ദൃക്സാക്ഷികൾ പറഞ്ഞു. പടിഞ്ഞാറൻ ഇറാഖിലെ റമാദി നഗരത്തിലുള്ള ഒരു സൈനികൻ തനിക്ക് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ പോകുന്നത് കണ്ടതായി AFPയോട് പറഞ്ഞു. സ്വയംഭരണാധികാരമുള്ള കുർദിസ്ഥാൻ മേഖലയിലെ സുലൈമാനി പ്രവിശ്യയിൽ 10-ലധികം മിസൈലുകൾ ദോഖാൻ ജില്ലയ്ക്ക് മുകളിലൂടെ ഇറാൻ അതിർത്തി ലക്ഷ്യമാക്കി പറക്കുന്നത് കണ്ടുവെന്ന് 20-കാരനായ സാമൻ സെൽവാൻ എന്ന താമസക്കാരൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അതേസമയം പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നിലവിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിവരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചു. ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അപായ സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചെന്ന് ഇസ്രായേൽ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണ ശ്രമം ഉണ്ടായെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ തോതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ തിരിച്ചടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രായേൽ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് ബങ്കറുകൾക്കുള്ളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം അതിശക്തമായിരിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വൻ യുദ്ധത്തിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ സൈനിക നടപടിയുടെ ലക്ഷ്യമടക്കം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾക്കും സൈന്യത്തിനും പോലീസിനും ട്രംപ് ഒരുപോലെ അന്ത്യശാസനം നൽകി. ആയുധം താഴെ വെക്കുക, നിങ്ങൾക്ക് പൂർണ്ണമായി സുരക്ഷ ഉറപ്പ് നൽകുന്നു, അല്ലെങ്കിൽ നേരിടേണ്ടി വരിക ഉറപ്പായ മരണമായിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. കീഴടങ്ങുന്നവർക്ക് മാപ്പ് നൽകുമെന്നും എന്നാൽ പ്രതിരോധിക്കുന്നവർക്ക് ദയുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാൻ ജനതയും അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പുലരി അടുത്തു കഴിഞ്ഞു. വീടിനുള്ളിൽ തന്നെ ഇരിക്കുക. പുറത്തിറങ്ങുന്നത് അപകടമാണ്. എല്ലായിടത്തും ബോംബുകൾ വർഷിക്കപ്പെടും. ഞങ്ങളിത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരും തലമുറകൾക്ക് ലഭിക്കാനിടയുള്ള ഏക അവസരമാണിതെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ.